شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് 73-ാമത്തെ സൂറയാണ്. സൂറത്തുൽ മുസ്സമ്മിൽ. യാ അയ്യുഹൽ മുസ്സമ്മിൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂറ. ഇതിൻ്റെ അടിസ്ഥാനപരമായ വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യം പഠിച്ചു നോക്കാം. മക്കിയായ സൂറയാണ്. പക്ഷേ ഇതിൽ അവസാനത്തെ ആയത്ത് അവതരിച്ചത് മദീനയിൽ വെച്ചാണ്. മുസ്ഹഫിലെ ഇതിൻ്റെ ക്രമം 73-ാമത്തേതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 73-ാമത്തെ സൂറയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന്. ഈ സൂറ അവതരിച്ചത് സൂറത്തുൽ ഖലമിന് ശേഷവും സൂറത്തുൽ മുദ്ദസ്സിറിന് മുമ്പുമാണ്. 20 ആയത്തുകളാണ് ഇതിലുള്ളത്. ആയത്തുകളുടെ എണ്ണത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട്, ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് പല ഖിറാഅത്തുകൾ പ്രകാരം വന്നതാണ്. അതായത് ആയത്തുകളുടെ തുടക്കവും അവസാനവും ഒക്കെ നിർണ്ണയിക്കുന്നിടത്തുള്ള വ്യത്യാസം മൂലമാണ് ഈ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നത്. ഏതായാലും 20 ആയത്തുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. 285 പദങ്ങളുണ്ട്, 838 അക്ഷരങ്ങളും ഈ സൂറയിലുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 29-ാമത്തെ ജുസ്ഇലാണ് ഈ സൂറയുള്ളത്. ഇത് തൊട്ട് സൂറത്തുൽ ജിന്ന് അതേപോലെ സൂറത്തുൽ മുദ്ദസ്സിർ, ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള സൂറയാണ്. മുഫസ്സൽ എന്ന വിഭാഗത്തിൽപ്പെടുന്ന സൂറയാണിത്. അല്ലെ, പരിശുദ്ധ ഖുർആനിലെ സൂറകളെ പ്രധാനമായും 4 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. തിവാല്, മിഈൻ, മസാനി, മുഫസ്സൽ. ഇങ്ങനെ 4 വിഭാഗങ്ങളായിട്ടാണ് പരിശുദ്ധ ഖുർആനിലെ സൂറകൾ വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. അതതിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് ആ വിഭജനം നടന്നത്. തിവാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നീണ്ട എന്നാണ് അർത്ഥം. നീളമുള്ള വലിയ സൂറകൾ. 7 സൂറകളാണ് തിവാലിലുള്ളത്. സൂറത്തുൽ ബഖറ, ആലു ഇമ്രാൻ, നിസാ, മാഇദ, അൻആം, ആറാഫ്. ഇങ്ങനെ 6 സൂറകളും. 7-ാമത്തെ സൂറ ഏതാ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരഭിപ്രായം അത് സൂറത്ത് യൂനുസ് ആണ് എന്നാണ്. അതല്ല, സൂറത്തുൽ അംഫാലും സൂറത്തു ബറാഅത്തും കൂടി അത് രണ്ടും ഒറ്റ സൂറയാണ് എന്ന അഭിപ്രായ പ്രകാരം അതാണ് 7-ാമത്തത് എന്നും അഭിപ്രായമുണ്ട്. അപ്പോൾ തിവാൽ എന്ന് പറഞ്ഞാൽ 7 സൂറകളാണ്. നമ്മൾ ആദ്യം 6 പിന്നെ സൂറത്തു യൂനുസും, അതല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായ പ്രകാരം ആ 6 അംഫാലും ബറാഅത്തും ഒന്നിച്ചുകൂടിയ ഒന്നും. ഇത് രണ്ടും ഒരു സൂറയാണ് എന്നത് പല മുഫസ്സിരീങ്ങളും അഭിപ്രായപ്പെട്ടൊരു കാര്യമാണ്. സൂറത്തുൽ അംഫാലും സൂറത്തു തൗബയും. സൂറത്ത് തൗബയിൽ ബിസ്മി ഇല്ലാതിരിക്കാൻ പറഞ്ഞ ഒരു കാരണം അത് അൻഫാലിൻ്റെ ബാക്കിയാണ് എന്നുള്ള നിലക്കാണ്. വേറെയും കാരണങ്ങളുണ്ട്. ഒരു കാരണം ഇതാണ് തിവാൽ സൂറകൾ, 1-ാമത്തെ വിഭാഗം. ഇനി 2-ാമത്തെ വിഭാഗം മിഈൻ എന്ന് പറഞ്ഞ വിഭാഗമാണ്. ഞാൻ സാന്ദർഭികമായി പറയുകയാണ്, അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി. ഈ പറയപ്പെട്ട സൂറകളല്ലാത്ത 100-ൽ കൂടുതൽ ആയത്തുകളുള്ള, അതല്ലെങ്കിൽ അതിനോട് തുല്യമായ എന്ന് പറഞ്ഞാൽ 100-നോട് അടുത്ത, അല്ലെങ്കിൽ 100-ൽ ചെറിയ കുറവോ ചെറിയ തോതിലുള്ള കൂടലോ ഉള്ള സൂറകൾക്കാണ് മിഈൻ എന്ന് പറയുന്നത്. മിഈൻ, മിഅത്തുൻ എന്ന് പറഞ്ഞാൽ 100 എന്നാണ് അർത്ഥം. മിഈൻ ഇതും 7 സൂറകളാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തുടങ്ങുന്നത് പിന്നെ സൂറത്തുൽ ഇസ്രാ മുതൽ പിന്നെ സൂറത്തുൽ മുഅ്മിനൂന വരെ. ഇതാണ് ഒരഭിപ്രായം. മറ്റൊരഭിപ്രായം, നമ്മൾ നേരത്തെ പറഞ്ഞ 7 തിവാൽ സൂറകൾക്ക് ശേഷം വരുന്ന 100 ആയത്തുകളുടെ അടുത്തുള്ള അല്ലെങ്കിൽ 100 ആയത്തുകളുള്ള കുറച്ച് കൂടിയ അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞ എല്ലാ സൂറകൾക്കും മിഈൻ എന്ന് പറയും. ഇതാണ് 2-ാമത്തെ അഭിപ്രായം.
ഇനി മൂന്നാമത്തെ വിഭാഗമാണ് മസാനി. അതായത് നേരത്തെ പറഞ്ഞ മിഈൻ എന്ന വിഭാഗത്തിന് തൊട്ടു താഴെയുള്ളതാണ് മസാനി, അതായത് 100-ൽ കുറവുള്ള സൂറകൾ. ഇനി നാലാമത്തെ വിഭാഗം, ഇത് ഖുർആനിലെ അവസാന സൂറകളെ ഉൾക്കൊള്ളിക്കുന്ന വിഭാഗമാണ്. അതിനാണ് മുഫസ്സൽ എന്ന് പറയുക. ഖുർആനിലെ അവസാന സൂറകളുള്ള ആ ഭാഗത്തെ അല്ലെങ്കിൽ അവസാന സൂറകളെ മുഫസ്സൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നു. ഇതിന് മറ്റൊരു പേരുണ്ട്, മുഹ്കം എന്നും പേരുണ്ട് അവസാന ഭാഗത്തിന്. കാരണം മുഹ്കം എന്ന് പറഞ്ഞാൽ ശരിക്കും ഉറപ്പിച്ചത് എന്നാണ് അർത്ഥം. ഈ ഭാഗത്ത് നസ്ഖ് വളരെ കുറവാണ്. നസ്ഖ് എന്ന് പറഞ്ഞാൽ ചില ആയത്തുകൾ മറ്റു ചില ആയത്തുകൾ കൊണ്ട് ദുർബലപ്പെടുത്തപ്പെട്ടിരിക്കാം. നസ്ഖ് പരിശുദ്ധ ഖുർആനിൽ നടന്നിട്ടുണ്ട്. ചില നിയമങ്ങൾ മറ്റൊരു സമയത്ത് ആദ്യത്തെ നിയമത്തെ ദുർബലപ്പെടുത്തി പിന്നെ രണ്ടാമത് മറ്റൊരു നിയമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അവസാന ഭാഗങ്ങളിൽ നസ്ഖ് വളരെ കുറവാണ്. അതുകൊണ്ടൊക്കെ ആ ഭാഗത്തിന് മുഹ്കം എന്ന് പേര് പറയപ്പെടാറുണ്ട്. ഈ വിഭാഗത്തിൽ ഈ ഏരിയയിൽപ്പെട്ട സൂറകൾക്കാണ് മുഫസ്സൽ എന്ന് പറയുന്നത്. എന്താ മുഫസ്സൽ എന്ന് പേര് വരാൻ കാരണം? ഒന്ന്, ഈ സൂറകളൊക്കെ ചെറിയ ചെറിയ സൂറകളാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ എന്തുണ്ട്? ഫസ്ലുണ്ട്. അതായത് ബിസ്മി കൊണ്ട് ഈ സൂറകൾക്കിടയിൽ ധാരാളം വേർതിരിവുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് ഇൻ്റർവെൽസ് അല്ലേ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതിയിട്ട് ഈ സൂറകൾക്കിടയിൽ ധാരാളം ഫസ്ലുകൾ ഉണ്ടായിട്ടുണ്ട്, വേർപിരിയലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറകളെ മുഫസ്സൽ വിഭാഗത്തിൽ എണ്ണപ്പെടുന്നത്. ഓരോ സൂറത്ത് കഴിഞ്ഞ് ബിസ്മി ഉണ്ടാവും, അടുത്ത സൂറത്ത് തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേർതിരിവുകളുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അവസാനം പറഞ്ഞ വിഭാഗമായ മുഫസ്സൽ അത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരഭിപ്രായ പ്രകാരം അത് സൂറത്ത് മുഹമ്മദ് മുതലാണ് തുടങ്ങുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു അഭിപ്രായം സൂറത്ത് ഖാഫ് മുതലാണ്. വേറൊരു അഭിപ്രായം സൂറത്തുൽ ഹുജറാത്ത് മുതലാണ്. ഇത് മൂന്നും മുഫസ്സലായ സൂറകൾ എവിടെ നിന്ന് തുടങ്ങുന്നു എന്നത് സംബന്ധമായിട്ട് അഭിപ്രായങ്ങളാണ്. ഇനി മുഫസ്സൽ തന്നെ 3 വിഭാഗങ്ങളുണ്ട് എന്നാണ്. അവസാനം പറഞ്ഞ ഈ വിഭാഗം തന്നെ മറ്റു 3 ഉപവിഭാഗങ്ങളായി മാറുന്നുണ്ട്. ഒന്ന് തിവാലുൽ മുഫസ്സൽ, 2 ഔസാത്തുൽ മുഫസ്സൽ, 3 ഖിസാറുൽ മുഫസ്സൽ. അതായത് ഈ മുഫസ്സൽ വിഭാഗപ്പെട്ടുള്ള സൂറകൾ തന്നെ കുറച്ച് ചെറുതുണ്ട്, കുറച്ച് വലുതുണ്ട്, പറ്റേ ചെറുതുണ്ട്, ഇങ്ങനെ 3 വിഭാഗമായി തിരിച്ചിട്ടുണ്ട്. തിവാലുൽ മുഫസ്സൽ, മുഫസ്സലിൽപ്പെട്ട നീളം കൂടിയ സൂറകൾ. ഔസാത്തുൽ മുഫസ്സൽ, മുഫസ്സലിൽപ്പെട്ട മധ്യനിലക്കുള്ള സൂറകൾ. ഖിസാറുൽ മുഫസ്സൽ, മുഫസ്സലിൽപ്പെട്ട ചെറിയ സൂറകൾ. ഈ 3 വിഭാഗം ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ അഭിപ്രായ വ്യത്യാസം ഇവിടെയും വരും കേട്ടോ. ഏത് മുഫസ്സൽ സൂറകൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞെടുത്ത് 3 അഭിപ്രായം പറഞ്ഞില്ല. ആ അഭിപ്രായമൊക്കെ ഇവിടെയും വരും. തിവാലുൽ മുഫസ്സൽ തുടങ്ങുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അഭിപ്രായ പ്രകാരം ഏറ്റവും അവസാനം പറഞ്ഞ അഭിപ്രായം ഹുജറാത്ത് മുതൽ ബുറൂജ് വരെയാണ് തിവാൽ. ഹുജറാത്ത് മുതൽ ബുറൂജ് വരെ, അതല്ലെങ്കിൽ ഖാഫ് മുതൽ ബുറൂജ് വരെ, അതല്ലെങ്കിൽ മുഹമ്മദ് മുതൽ സൂറത്ത് മുഹമ്മദ് മുതൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുറൂജ് വരെ. ഇതൊരു അഭിപ്രായം. ഇതാണ് തിവാൽ. ഇനി എന്താണ് ഔസാത്ത്? ഔസാത്തുൽ മുഫസ്സൽ, മുഫസ്സൽ വിഭാഗത്തിലെ ഔസാത്ത് അല്ലെങ്കിൽ മധ്യമ സ്വഭാവമുള്ള സൂറകൾ അത് ഏതൊക്കെയാണ്? അത് സൂറത്തു താരിഖ് മുതൽ സൂറത്തുൽ ബയ്യിന വരെ. അല്ല, ഏകദേശം വലിയ വലിപ്പമില്ലാത്ത എന്നാൽ പറ്റ ചെറുതല്ലാത്ത ഒരു രീതിയിലാണല്ലോ ആ സൂറകളുടെ വലിപ്പമുള്ളത്. ഇനി ബാക്കിയുള്ളത് ഖിസാറാണ്, ഖിസാറുൽ മുഫസ്സൽ. ഇതേതാണ്? ഇത് സൂറത്തു സിൽസാൽ മുതൽ അല്ലേ, ഇദാ സുൽസില മുതൽ സൂറത്തു നാസ് വരെ, അവസാനത്തെ സൂറ വരെ. അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? 4 വിഭാഗങ്ങൾ പറഞ്ഞു. ആ 4 വിഭാഗങ്ങളിൽ അവസാനത്തെ വിഭാഗമായ മുഫസ്സലിന് തന്നെ 3 ഉപവിഭാഗങ്ങളും പറഞ്ഞു. ഇവിടെ വേറെയും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ തിവാലിൽ എവിടുന്നാണ് തുടങ്ങുന്നത്, അത് എവിടുന്ന മറ്റേ നേരത്തെ പറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതൊക്കെ അതിൽ നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞു വച്ചത്. ഓരോ വിഭാഗവും അവസാനിക്കുന്നത് എവിടെയാണ് എന്നതിലും വേറെ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ തിവാലുൽ മുഫസ്സൽ സൂറത്തുൻ നബയിലാണ് അവസാനിക്കുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. പിന്നെ അവിടെ നിന്ന് ഔസാത്തുൽ മുഫസ്സൽ തുടങ്ങിയിട്ട് സൂറത്തുൽ ദുഹ വരെയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. പിന്നെ ഖിസാറുൽ മുഫസ്സൽ സൂറത്തുൽ ദുഹാൻ്റെ ശേഷം സൂറത്തുൽ നാസ് വരെയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്.
അതൊക്കെ അഭിപ്രായങ്ങളാണ്. നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ പറയാറുള്ള അഭിപ്രായം ഈ അവസാനം പറഞ്ഞതാണ്. അതായത് പിന്നെ ഖിസാറുൽ മുഫസ്സൽ തുടങ്ങുന്നത് സൂറത്തുൽ ദുഹ, അതിൻ്റെ ശേഷം സൂറത്തുൻ നാസ് വരെ. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ പള്ളികളിലൊക്കെ ഓതി വരാറുള്ള സൂറകൾ ഖിസാറുൽ മുഫസ്സൽ, പ്രത്യേകിച്ച് വഴിയരികത്തേക്കുള്ള പള്ളിയാണെങ്കിൽ വളരെ പെട്ടെന്ന് ജമാഅത്ത് നിസ്കാരം നിർവഹിച്ച് കഴിയണമെന്നുണ്ട്. നീണ്ട സൂറത്തുകൾ ഓതാൻ പാടില്ല, അല്ലെങ്കിൽ ഓതുന്നത് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാകും. പല നിലക്കുള്ള ആളുകളും, പ്രത്യേകിച്ച് ടൗണുകളിലും വഴികൾക്കുള്ള പള്ളികളിൽ പല ആവശ്യത്തിനുള്ള ആളുകളും ആ ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ടാവും. വളരെ പെട്ടെന്ന് ആവശ്യം നിർവഹിച്ച് പോകേണ്ട ആളുകളുണ്ടാവും, ട്രെയിന് പോകുന്നവർ, ബസ് പോകുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ പരിഗണിച്ചിട്ട് ഈ അവസാനം പറഞ്ഞ വിഭാഗമായ ഖിസാറുൽ മുഫസ്സൽ ആണ് നമ്മൾ ഒക്കെ ഓതണം എന്ന് നമ്മുടെ ഇമാമന്മാർ നിഷ്കർഷിച്ചിട്ടുള്ളത്. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ മാഷാ അല്ലാഹ് എന്തും എങ്ങനെയും എത്രയും ഓതാം കേട്ടോ. അപ്പോൾ ഇതാണ് പരിശുദ്ധ ഖുർആനിലെ സൂറകളുടെ ക്രമീകരണം. പക്ഷേ നമ്മൾ ഓതുന്ന സമയത്ത് ഈ ക്രമീകരണം പാലിക്കണം എന്ന് നിർബന്ധം ഇല്ല. ഏത് ഭാഗത്തു നിന്നും എവിടെ നിന്നും ഏത് വേണമെങ്കിലും ആർക്കും ഓതാം, ഇഷ്ടാനുസരണം ഓതാം. ആദ്യാന്തമോ ക്രമമോ നോക്കേണ്ടതില്ല, അത് നിർബന്ധമില്ല. പക്ഷേ ആ ക്രമമനുസരിച്ച് ഓതിയാൽ മാഷാ അല്ലാഹ് അത് ഉത്തമമാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഖുർആനിൻ്റെ ഒരു ഓർഡർ ഉണ്ടല്ലോ, അതിലിങ്ങനെ അനുസരിച്ച് ഓതിയാൽ അത് വളരെ ഉത്തമമാണ്. പ്രത്യേകിച്ച് നിസ്കാരങ്ങളിൽ നമ്മൾ സൂറത്തുകൾ പാരായണം ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള സൂറകൾ തർത്തീബ് പ്രകാരം ഓതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിയിട്ട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതുകയല്ല. നിസ്കാരത്തിനോട് കുഴപ്പമൊന്നുമില്ല, നിസ്കാരം ശരിയാവാനൊന്നുമല്ല പറയുന്നത്. അതൊരു ഖുർആനിനോട് ചെയ്യുന്ന ഒരു മര്യാദകേടാണ്. അതിൻ്റെ തർത്തീബ് ഓതുകയാണെങ്കിൽ പിന്നെ എന്താണ് പറയുക, അത് നിർബന്ധമുള്ള സംഗതിയായിട്ടല്ല, ഒരു മര്യാദ പാലിക്കുക. ആദ്യം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും പിന്നെ ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതുക. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. മുസ്ഹഫിൽ രേഖപ്പെടുത്തിയതനുസരിച്ച്, അതായത് ആദ്യം ഫാത്തിഹ, പിന്നെ ബഖറ, പിന്നെ ആല ഇമ്രാൻ, ഇങ്ങനെ ക്രമാനുസൃതം പാരായണം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. നിസ്കാരത്തിലും അതല്ല പുറത്തും ഈ ക്രമം പാലിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ അതേസമയം ഇപ്പം നമ്മൾ നിസ്കാരത്തിൽ പറഞ്ഞല്ലോ ഒന്നിന് ശേഷം മറ്റൊന്ന് ക്രമമായി ഓതാൻ ശ്രമിക്കുക എന്ന്. ചില നിസ്കാരങ്ങളിൽ ചില പ്രത്യേക സൂറകൾ ഓതാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ വാരിദായി വന്ന പ്രത്യേകമായി പറയപ്പെട്ട ചില സൂറകൾ അത് പിന്നെ ആ പറഞ്ഞതുപോലെ തന്നെ ഓതുക. അവിടെ നമ്മൾ തർത്തീബ് നോക്കേണ്ടതില്ല. ഇപ്പോൾ ഒരുപാട് നിസ്കാരങ്ങൾ ഉദാഹരണം ഒരുപാടുണ്ടല്ലോ. പിന്നെ ജുമുഅ നിസ്കാരത്തിൽ ജുമുഅയുടെ ദിവസത്തിലെ സുബഹിയിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തു സജദ ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് സൂറത്തുൽ ഇൻസാനും ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച രാവിലെ സുബഹി നിസ്കാരത്തിൽ അത് രണ്ടിൻ്റെ ഇടയിൽ വേറെ കുറേ സൂറകളുണ്ട്, തർത്തീബ് പ്രകാരം ശരിയല്ല അത്. പക്ഷേ അതങ്ങനെയാണ് ഓതേണ്ടത്. അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഖാഫും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഖമറും പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവിടെയും ക്രമമില്ല. അതേപോലെ സുബ്ഹിയുടെ സുന്നത്ത് നിസ്കാരത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദും ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് അതിൻ്റെ ഇടയിൽ വേറെയും കുറേ സൂറകളുണ്ടല്ലോ. അപ്പോൾ അവിടെയും ആ തർത്തീബ് പാലിക്കണം പാലിക്കേണ്ടതില്ല. അവിടെ എങ്ങനെയാണോ ഓതാൻ പറഞ്ഞത് അങ്ങനെ ഓതുകയാണ് വേണ്ടത്. അതുപോലെ വിത്ർ നിസ്കാരത്തിന് ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ആല ഓതണം, 2-ൽ സൂറത്തുൽ കാഫിറൂന, 3-ൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനും ഇതിന് പ്രത്യേകമായ നിർദ്ദേശം വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഓതുക. സൂറത്തുൽ ആല കുറേ ആദ്യമല്ലേ, കാഫിറൂന കുറേ പിന്നല്ലേ, അവിടെ നമ്മൾ ആ ക്രമം നോക്കരുത്. എങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെ ഓതുക. പ്രത്യേക നിർദ്ദേശങ്ങൾ ഇല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും ക്രമമായി തർത്തീബ് പാലിച്ച് പരിശുദ്ധ ഖുർആൻ ഓതൽ വളരെ പുണ്യമാണ്, ഉത്തമമാണ്. പിന്നെ ഒരാളിങ്ങനെ ഖുർആന് ഈ പറയപ്പെട്ട തർത്തീബുകൾക്ക് വിരുദ്ധമായി ഓതുന്നത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്രേ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനും ക്രമരാഹിത്യം പറ്റിപ്പോയി, അദ്ദേഹത്തിൻ്റെ ഹൃദയം ക്രമം തെറ്റിപ്പോയ ഹൃദയമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുന്നത് കണ്ടപ്പോൾ. നമ്മളിപ്പോൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ വേണ്ടി ചെറിയ അധ്യായങ്ങൾ മാത്രമുള്ള അവസാന ഭാഗം നമ്മൾ എടുക്കാറുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം അത് അവരുടെ ആ മാനസിക നില, അവരുടെ പഠനത്തിൻ്റെ സൗകര്യം, നിലവാരം അതൊക്കെ കണക്കിലെടുത്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതിനൊന്നും ഒരു കുഴപ്പമില്ല. ചെറിയ സൂറകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പഠിപ്പിക്കാം, അതൊന്നും വിഷയമുള്ള സംഗതിയല്ല. പക്ഷേ കഴിയുന്നിടത്തൊക്കെ ആ തർത്തീബ് പാലിക്കുന്നത് വളരെ ഗുണകരമാണ്. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായി കുറച്ചുകൂടെ നമുക്ക് പഠിക്കാം. ഈ സൂറയുടെ പ്രമേയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പഠിക്കണം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.